അവരെ ഞാനൊരു സാധാരണക്കാരൻ ഇത്രയും പേരൊക്കെ വന്നത് ഇങ്ങനെ ഞാൻ വിളിച്ചു ഒരിക്കലും അറ്റാക്ക്. പിന്നെ അവരും ഇതേപോലെ തന്നെയാണ്. അവര് പേടിച്ചിരിക്കുന്നതായ അവര് പാവങ്ങളാണ്. അവര് വലിയ വരാതിരിക്കുകയും ചെയ്യും. എന്തായാലും 12 മണിക്ക് അവര് വരൂലെന്ന് പറയുന്നുണ്ട്. എന്തായാലും അവര് വരൂല. അവര് പ്രത്യക്ഷപ്പെടാതിരിക്കുക എന്തെങ്കിലും ചെയ്യട്ടെ, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. അവർക്ക് തന്നെയാണ് അടിച്ചേക്കണമെന്നുള്ളതാണ് ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. അവര് വരില്ല, പ്രത്യക്ഷപ്പെടില്ല. അവരെന്താന്ന് വെച്ചാൽ നാളെ മറ്റന്നാളായിട്ട് അവര് ബാങ്കിൽ പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം. അത്ര കാര്യമാണ്. അവരുടെ പേരെന്താ? പേര് ഞാൻ പറയില്ല. എനിക്കറിയില്ല അവരുടെ പേര്. എനിക്കറിയില്ല. എനിക്കറിയാം വേറൊരു പാർട്ടിയുടെ ഡീറ്റെയിൽ സംസാരിച്ച അവരെ ടിക്കറ്റും കാണിച്ചിട്ടുണ്ട്. അവർക്കാണെന്നുള്ളതാണ് പുള്ളി തീർത്ത് പറയണത്. എന്തായാലും നാളെ നിങ്ങൾക്കറിയാം. നാളെ മറ്റന്നാളെ നിങ്ങൾക്ക് അവരെന്തായാലും ബാങ്കിൽ പ്രസന്റ് ചെയ്യും. അപ്പൊ അറിയാതെ ഇതൊക്കെ അടിച്ച ആൾക്കാരുടെ വീട്ടിലുള്ള ദുരിതങ്ങൾ ഭയങ്കരമാണ്. അവരിതൊക്കെ ഓരോരുത്തർ പറഞ്ഞു കേട്ട് അവരാകെ പേടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആരുമില്ലാത്ത കുടുംബമാണ്. അവരെയും കുഴപ്പത്തിലാക്കരുത്, എന്നെയും കുഴപ്പത്തിലാക്കരുത്. ഞാൻ ഇത് വിട്ടാണ് ജീവിക്കണം. എന്നെയും കുഴപ്പത്തിലാക്കരുത്. ഇതോടെ എന്നൊന്ന് അവസാനിപ്പിച്ച് ഇതിന്ന് ഒഴിവാക്കി തന്നെ. നിങ്ങളെ പുതിയൊരു ആൾക്കാർ ആരെങ്കിലും കണ്ടുപിടിച്ച് എന്നെ ഒഴിവാക്കി തന്നെ പ്ലീസ്. അത്ര പറയാമോ? ഓക്കെ. സത്യമാണ് ഈ പറഞ്ഞത്. നാട്ടിലുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. ഒരു വ്യത്യാസമില്ല ഈ പറഞ്ഞത്. സത്യമായിട്ടുള്ള കാര്യമാണ്. ഞാനുണ്ടാക്കി പറഞ്ഞതല്ല. ഇതിപ്പോ ഡീറ്റെയിൽ സംസാരിക്കണം. അവര് മോളുടെ വീട്ടിലോട്ട് പോയത് പോലുമില്ല. അവര് നെട്ടൂരുണ്ട്. അവര് പേടിച്ചിട്ട് പുറത്താകാനായി. അവരുടെ വീട് വരെ എല്ലാവരും ചെന്ന് കഴിഞ്ഞു. അവരുടെ വീട്ടിൽ വരെ അവര് പേടിച്ച് മാറി. അപ്പൊ ഞാൻ അല്ല അവരെ റിയ അല്ല ഞാനീ പറഞ്ഞ അവര് ഒരു സാധാരണ സ്ത്രീയാണ്. അവര് നെട്ടൂര് തന്നെയുണ്ട്. അവര് മോളുടെ വീട്ടിലൊന്നുമില്ല. അവരിവിടെ തന്നെയുണ്ട്. അവര് അടിച്ചിട്ടില്ല എന്നാണ് ഇപ്പൊ തീർത്ത് പറയുന്നത് അവര്. പക്ഷെ അവർക്കായിരിക്കാം അന്ന് അവര് പേടിച്ചിരിക്കണം. നിങ്ങൾ ഇവിടെ കൂടുന്ന ഈ കാഴ്ചപ്പാടൊക്കെ അവര് കണ്ട അവർക്ക് നാട്ടിൽ നിന്ന് തന്നെ മക്കളെ ഏതായാലും അവര് വരുന്നില്ല. അവര് നാളെ മറ്റന്നാളെ ബാങ്കിൽ പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവര് ആണെന്നുള്ള കാര്യം. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ വിറ്റ ടിക്കറ്റാണ് അവരെടുത്തത്. ഞാൻ കണ്ടിട്ടുമില്ല എന്റെ കടയിൽ നിന്ന്. പക്ഷെ എന്നോട് അവരുടെ ഇവരുടെ ഒരു ടിക്കറ്റ് കാണിച്ചിട്ടുണ്ട്. കൊണ്ടേ കാണിച്ച അപ്പൊ പുള്ളിയാണ് ഇത് പറഞ്ഞത് അടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എനിക്കറിയാൻ പാടുള്ളൂ. എന്തായാലും അവർക്ക് തന്നെയാണ് ഉറപ്പാണ്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഇനി എന്നോട് ചോദിക്കാൻ പാടില്ല. ഷുഗറൊക്കെ ഉള്ള ആളാണ്. അതാണ്. ഓക്കെ അല്ലേ? ഓക്കെ ശരിയല്ലേ? എടുക്കട്ടെ. ഓക്കെ ഇറങ്ങാം. അല്ല ഇതിനു മുമ്പിൽ അടിച്ചുള്ള ആൾക്കാരുടെയൊക്കെ യൂട്യൂബിലെ അനുഭവങ്ങൾ, ഓരോ ഓട്ടോക്കാരനെ അടിച്ച അനുഭവങ്ങളൊക്കെ അവര് കേട്ടിട്ട് അവര് പേടിച്ചിരിക്കണേ. കാര്യം അവർക്ക് അവരുടെ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റൂലെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ഇതെങ്ങനെ അവർ അവതരിപ്പിക്കും എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. എന്നോട് പറഞ്ഞിട്ടുമില്ല. എനിക്കിതിൽ യാതൊരു ബന്ധവുമില്ല. ഇനി അവരെ കണ്ടൊരു കൈ കൊടുക്കാന്നുള്ളതാണ്. എനിക്കിതിലൊരു പ്രതീക്ഷയില്ല. ഈ കാര്യം ഞാനൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല. ഓക്കെ ഓക്കെ ഇറങ്ങാം. വരില്ല.